ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ജ്യോതിഷ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം സൂര്യന്റെ ചിങ്ങൻ രാശി പ്രവേശനത്തെ പറ്റിയാണ്. സൂര്യൻ 2025 ഓഗസ്റ്റ് 17 ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. സൂര്യന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പൊ സൂര്യൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മറ്റു രാശികളിൽ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളുടെ രാശി നക്ഷത്ര ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തുലാൻ രാശിയാണ്. തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിര, ചോതി, വിശാഖം, മുക്കാലി. ചിത്തിര, ചോതി, വിശാഖം, മുക്കാലി ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾക്ക് സൂര്യൻ 11-ലാണ് വരുന്നത്. സൂര്യൻ 11-ൽ വരുന്നു. 11-ൽ സൂര്യൻ വരുന്നത് വളരെയധികം ശുഭകരമാണ്. ശുഭസ്ഥാനമാണ് 11. അപ്പൊ 11-ലെ സൂര്യൻ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കും, നേട്ടങ്ങൾ തരും. അവിചാരിതമായി ഇവർ ഉദ്ദേശിക്കാതെ തന്നെ ഇവരുടെ കയ്യിലേക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവരുടെ കയ്യിലേക്ക് പണം വന്നു ചേരും. ശുഭകരമായ പല കാര്യങ്ങളിലും ഇവർക്ക് വന്നു ചേരാനിടയുണ്ട്. ശുഭകാര്യങ്ങളിൽ സംബന്ധിക്കാനോ ശുഭകരമായ കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടാനോ ഒക്കെ ഇവർക്ക് അവസരങ്ങൾ വരും. പേരും പ്രശസ്തിയും ഇവരെ തേടി വരും. ഉന്നതമായ പദവിയും ഇവർക്ക് കിട്ടാനായിട്ട് ഉള്ള സമയമാണ് ഈ സമയം. ഇനി വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ 10-ലാണ് വരുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാഗമാണ്. കർമ്മഭാഗത്താണ് സൂര്യൻ വരുന്നത്. സാമർത്ഥ്യവും പ്രതാപവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. സാമർത്ഥ്യപരമായ കാര്യങ്ങൾ ഇവർ ചെയ്യും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കീർത്തിയും ആദരവും പദവിയും കിട്ടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവരെ തേടി വരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ പ്രവർത്തികളിൽ വിജയം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ ചില കാര്യങ്ങളിലും ചില പ്രവർത്തികളിലും ഇവർക്ക് വിജയ സാധ്യത കുറയാനായിട്ടാണ് സാധ്യത കാണുന്നത്. ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് സൂര്യൻ 9-ലാണ് വരുന്നത്. വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ധനനേട്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ധനനേട്ടം ഉണ്ടാകാം. പിതാവിന്റെ സ്വത്താവകാശം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിതാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടാനുള്ള അവസരം ഈ സമയത്തുണ്ടാകാം. പുത്രന്മാർക്ക് ശ്രേയസ് ഉണ്ടാവും. പുത്രന്മാർക്ക് ഈ മൂലം, പൂരാടം, ഉത്രാടം, കാലി നക്ഷത്രക്കാരുടെ പുത്രന്മാർക്ക് ശ്രേയസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില സന്ദർഭങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ കിട്ടാതെയും വരും. ചില സമയത്ത് സൂര്യൻ 9-ലാണല്ലോ. അപ്പൊ ചില സമയത്ത് ഭാഗ്യത്തിന് തടസ്സങ്ങൾ വന്നു ചേരാം. അതേപോലെ തന്നെ പിതാവിന്റെ സ്ഥാനം കൂടിയാണ് 9. അപ്പോ 9-ൽ സൂര്യൻ നിന്ന പിതാവിനും ചില ദോഷങ്ങൾ സംഭവിക്കാനും അവിടെ സാധ്യത കാണാവുന്നതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.